ഗൈസ്, ഇപ്പോൾ നിങ്ങളൊരു 14,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപയ്ക്ക് താഴേക്ക് ഒരു നല്ലൊരു സ്മാർട്ട് ഫോൺ, ഒരു ബെറ്റർ ആയിട്ടുള്ള സ്ക്രീൻ, അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ്, അതുപോലെ തന്നെ നല്ലൊരു പെർഫോമൻസ്, അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് കിട്ടുന്ന റേഞ്ചിൽ ഒരു 4G സ്മാർട്ട് ഫോൺ നോക്കുന്നവരാണെങ്കിൽ എന്തായാലും ഈ ഒരു ഫോൺ നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും. ടൈറ്റിൽ കണ്ട പോലെ തന്നെ ഈ ഒരു Redmi Note 11 പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്ക്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ തന്നെ ഒരു ചെറിയ റിവ്യൂ ആണ് നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ പറ്റി പറയാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, ഓൾറെഡി നിങ്ങൾ കുറച്ച് പേരൊക്കെ Redmi Note 11 യൂസ് ചെയ്യുന്നുണ്ടാവും, അതുപോലെ തന്നെ വാങ്ങാൻ നോക്കുന്നവരുണ്ടാവും, ഈ Redmi Note 11 അൺബോക്സിങ് റിവ്യൂ കണ്ടവരുമായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ വലിയ അർത്ഥമൊന്നുമില്ല, പക്ഷേ എൻ്റേതായിട്ടുള്ളൊരു ഒപ്പീനിയൻ പറയണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിനെ പറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 4GB റാമിലും 6GB റാമിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇൻറ്റേർണൽ മെമ്മറിയുടെ കാര്യത്തിലാണെങ്കിൽ 64GB 128GB അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിവിടെ റിവ്യൂ ആയിട്ട് എടുത്തിട്ടുള്ളത് ബേസ് വേരിയൻ്റ് ആണ്, 4GB റാം 64GB ഇൻറ്റേർണൽ മെമ്മറി. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഞാൻ പർച്ചേസ് ചെയ്തത് ഓൺലൈനായിട്ടല്ല, ഓഫ്ലൈനായിട്ടാണ്. ഏകദേശം 13,000 രൂപയായി, കറക്റ്റ് 13,000 രൂപയായി. ഇപ്പോൾ ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫറിൽ 12,600 അല്ലെങ്കിൽ 12,500 ആ റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈ ഒരു ബേസ് വേരിയൻറ്റ്. അപ്പം ഈ ഒരു 4GB 64GB കോൺഫിഗറേഷൻ എടുക്കുന്നത് നല്ലതാണോ എന്നൊക്കെ നമുക്ക് അവസാനം പറയാം. കാരണം മിക്കവരും ആലോചിക്കുന്നുണ്ടാവും ഈ ഒരു സമയത്ത് അത് കുറവല്ലേ എന്ന്. ശരിക്കും കുറവ് തന്നെയാണ്, പക്ഷെ നമുക്കത് അവസാനത്തേക്ക് പറയാം. ഇതിപ്പോൾ ഇനി നമുക്ക് ഈ സ്മാർട്ട് ഫോണിൻ്റെ അൺബോക്സിങ്ങിലേക്ക് വരാം. ഓൾറെഡി അൺബോക്സ് ചെയ്ത് 2-3 ദിവസമായിട്ട് യൂസ് ചെയ്യുവാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബോക്സിൽ നമുക്ക് ചാർജർ വരുന്നുണ്ട്. ഓക്കെ, അത് നല്ല കാര്യമാണ്. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിനും ചാർജർ സെപ്പറേറ്റ് വാങ്ങാമെന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്യാവശ്യം ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി സെറ്റപ്പിൽ തന്നെ തുടങ്ങാം. 5000 mAh ബാറ്ററിയും അതുപോലെ തന്നെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടുമാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബോക്സിൽ നമുക്ക് ചാർജർ വരുന്നു പറഞ്ഞു. 33 വാട്ടിൻ്റെ അത്യാവശ്യം വലിയൊരു ബ്രിക്കാണ് നമുക്ക് കിട്ടുന്നത്. അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല വെയിറ്റ് ആണ് ഇതിന്. അതുപോലെ തന്നെ നമുക്ക് കേബിളിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ USB Type A to USB Type C ആണ്. Type C ആണ്, പക്ഷേ ഇതിൻ്റെ ആ ഒരു എൻഡ് എന്ന് പറയുന്നത് Type A ആണ്. പിന്നെ കേബിളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം വലിയ കേബിളാണ്. ക്വാളിറ്റിയുടെ കാര്യം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ മടങ്ങിയിരിക്കും, അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ല ഇതിനിങ്ങനെ. നമ്മൾ ഈ പാക്കിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ മടങ്ങിയാണ് ഇരിക്കുന്നത്. ഇത് നിവർത്താൻ നോക്കി ഇങ്ങനെ നടക്കുന്ന പരിപാടിയല്ല. ഓക്കെ, അപ്പം കേബിളിൻ്റെ കാര്യത്തിൽ അത്ര ഒരു ഇതില്ല എനിക്ക്. പിന്നെ ബോക്സിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വലിയ ബോക്സ് തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് ആ ഒരു TPU കേസ് വരുന്നുണ്ട്. TPU കേസിൻ്റെ കാര്യത്തിൽ വരുവാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഡിസൈൻഡ് ബൈ റെഡ്മി എന്നൊക്കെ എഴുതി സെറ്റ് ചെയ്തൊരു കവർ TPU കേസാണ്. ചെറിയൊരു ബ്ലാക്ക് ടിൻറ്റും കൂടി വരുന്നുണ്ട്, അത്യാവശ്യം ചെറിയൊരു ബ്ലാക്ക് ടിൻറ്റും കൂടി വരുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി കേസാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്തെ ആ ഒരു കോട്ടിംഗ് എന്ന് പറയുന്നത് ഈ സൗണ്ട് ഉള്ള ടൈപ്പ് ഒരു സെറ്റപ്പാണ്. സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ്. ഓക്കെ, നമ്മുടെ ബാക്കൊന്നും അധികം സ്ക്രാച്ച് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ ഫോണിലേക്ക് വരുവാണെങ്കിൽ ബിൽഡിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. പ്ലാസ്റ്റിക് ബിൽഡാണ്, അതുപോലെ തന്നെ ബാക്കിലും പ്ലാസ്റ്റിക് തന്നെയാണ്. പിടിക്കാൻ നമുക്ക് നല്ലൊരു കംഫർട്ടാണ്. അതുപോലെ തന്നെ അത്ര പ്ലാസ്റ്റിക് ആണെങ്കിലും അത്യാവശ്യം ക്വാളിറ്റി ഗ്രേഡ് പ്ലാസ്റ്റിക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലാണ്ട് ആ ഒരു നെക്കുമ്പോൾ കുഴിഞ്ഞു പോകുന്ന ഒരു സെറ്റപ്പ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. പിന്നെ ഇതിൻ്റെ ബാക്ക് ഒരുമാതിരി ഒരു ഫ്രോസ്റ്റഡ് ഗ്ലാസ് ഒക്കെ പോലെയാണ്, അധികം ഗ്ലോസ്നെസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള ആ ഒരു ഫിംഗർ പ്രിൻറ്റ് നമുക്ക് ഇതിനകത്ത് വരുന്നില്ല. ഇത് സാംസങ് M51 ബാക്കായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ് അല്ല ഇത്. ഓക്കെ, ഇനി ഈ ഒരു സാംസങ് M51 ആയിട്ട് കമ്പയർ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ വാങ്ങിയത് 40,000 രൂപ കൊടുത്ത് വാങ്ങിയതാണ്. 38 പക്ഷെ അത് ഓഫ്ലൈനാണ് വാങ്ങിയത്. ഓഫ്ലൈൻ വാങ്ങുന്നതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഏകദേശം 40 ആ റേഞ്ചിലായി ആ ഒരു സ്മാർട്ട് ഫോൺ എടുത്തപ്പോൾ. ആ ഒരു സ്മാർട്ട് ഫോണും ഈ സ്മാർട്ട് ഫോണും വെച്ച് കമ്പയർ ചെയ്യാനുള്ള കാരണം വേറെ ഒന്നുമില്ല. ഇതിനകത്ത് ചിപ്സെറ്റും അതിനകത്ത് ചിപ്സെറ്റും ആണ് നോക്കേണ്ടത്. ഞാൻ പറയാം, ഇതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പറയാം. ഇപ്പം ബിൽഡിൻ്റെ കാര്യത്തിൽ വേറെ ഇഷ്യൂസൊന്നുമില്ല, കിഡിലം ബിൽഡാണ്. ഈ ഒരു റേഞ്ചിന് ഇത് അടിപൊളിയാണ്, വേറെ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഡുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. അതും സിമെട്രിക്കലായിട്ടുള്ള സ്പീക്കേഴ്സാണ്, പൊക്കത്തും വരുന്നുണ്ട്, താഴെയും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡുവൽ സ്റ്റീരിയോ സ്പീക്കറിൻ്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ ഒരു വെറൈറ്റി സംഭവം ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഡുവൽ സ്റ്റീരിയോ സ്പീക്കറാണ്. ഇതിൻ്റെ പൊക്കത്തെ സ്പീക്കറിൻ്റെ കാര്യത്തിൽ വരുവാണെങ്കിൽ അവിടുത്തെ ഹോൾസും താഴത്തെ ഹോൾസും ഏകദേശം സെയിം ആണ്. പക്ഷേ ഫ്രണ്ടിലത്തെ ഹോളിൽ ആകെ 3 ഹോളിൻ്റെ അവിടെയുള്ള സ്പീക്കർ, ബാക്കി 2 ഹോൾ വെറുതെയാണ്. പക്ഷേ ബാക്കിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല, നമുക്ക് ബാക്കിൽ ഫുള്ളും ആ ഒരു 5 ഹോൾസും സ്പീക്കർ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. പക്ഷേ പൊക്കത്തേക്ക് വരുമ്പോൾ നമുക്ക് അങ്ങനെയല്ല, ആകെ 3 എണ്ണത്തിൽ അവർ സ്പീക്കർ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് വേറെ ഒന്നും മനസ്സിലാക്കാനില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ സൗണ്ട് ബാക്കിൽ തന്നെയാണ് വരിക. അതിപ്പോൾ ഈ പ്രൈസ് റേഞ്ചിലായാലും അതുപോലെ തന്നെ 40,000 രൂപ. ഇപ്പോൾ നത്തിങ് ഫോണിൻ്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ ഇതേപോലെ തന്നെ മിക്ക എല്ലാ സ്റ്റീരിയോ സ്പീക്കർ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന എല്ലാ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറും ഏകദേശം ഈ ഒരു സെറ്റപ്പാണ്. 70% സൗണ്ട് ഇവിടെയും അതുപോലെ 20% സൗണ്ട് പൊക്കത്തുമായിട്ട് കൊടുക്കുന്ന ഒരു സെറ്റപ്പാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ സ്മാർട്ട് ഫോണിൻ്റെ സൗണ്ട് ക്വാളിറ്റി കൂടെ നോക്കാം.
അപ്പോൾ ഈ ഒരു സൗണ്ടിൻ്റെ കാര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നല്ല രീതിക്ക് ലൗഡായിട്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് സൗണ്ട് വരുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ആ ഒരു ക്വാളിറ്റി ഇല്ല. ലൗഡ്നെസ് ഉണ്ട്, പക്ഷേ ആ ഒരു ക്വാളിറ്റി ഇല്ല. ഈ ഒരു ബേസിൻ്റെ സ്ഥലത്തൊക്കെ എന്തോ ഒരു സാധനമായിട്ട് അടിക്കുന്ന ഒരു സൗണ്ടാണ്, അല്ലാണ്ട് ആ ഒരു വൈബ്രേഷനും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇപ്പം ഈ ഒരു റേഞ്ചിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ആണ് തരുന്നെങ്കിൽ അതിനനുസരിച്ച് ഇത്തിരി കൂടി ട്യൂൺ ചെയ്യായിരുന്നു റെഡ്മിക്ക്. ഓവറോൾ ആയിട്ട് ഇതിന് നല്ല ലൗഡ്നെസ് ആണ്, അതെന്ന് മാത്രമേ ഉള്ളൂ. ക്വാളിറ്റിയുടെ കാര്യത്തിൽ വലിയ അത്യാവശ്യം ആവറേജ് ആയിട്ടുള്ളൊരു ക്വാളിറ്റിയാണ് വരുന്നത്. പിന്നെ ഇപ്പോഴത്തെ എല്ലാ സ്മാർട്ട് ഫോൺ ഡിവൈസിൽ കാണാത്തൊരു ഐറ്റമാണ് ഹെഡ്ഫോൺ ജാക്ക്. ഈ സ്മാർട്ട് ഫോൺ ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. അപ്പം ഹെഡ്ഫോൺ ലവേഴ്സ് ഉണ്ടെങ്കിൽ എന്തായാലും ഹെഡ്ഫോൺ ജാക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ റെഡ്മിയുടെയും അതുപോലെ തന്നെ MI സ്മാർട്ട് ഫോണിലും കണ്ടുവരുന്ന മെയിൻ സാധനം IR ബ്ലാസ്റ്റർ, ടി വി റിമോട്ടായിട്ടും AC റിമോട്ടായിട്ടും അങ്ങനെ പല റിമോട്ടായിട്ടും നമുക്ക് ഈ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്ത് നോക്കി, കൺവീനിയൻ്റ് ആണ്. ഓക്കെ, പിന്നെ ചാർജർ പോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ USB Type-C ആണ്, നോ വറീസ്. പിന്നെ പവർ ബട്ടണും വോളിയം ബട്ടണും ഒരു സൈഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. കൺവീനിയൻ്റ് ആണ്, പെട്ടെന്ന് തന്നെ അൺലോക്കും ഫാസ്റ്റർ അൺലോക്ക് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഫോൺ ഓൺ ആക്കുക, തൊടാം, നിസ്സാരം. നല്ല അത്യാവശ്യം സ്പീഡാണ് കേട്ടോ, കുഴപ്പമില്ല. ഫേസ് ഐ ഡി അതുപോലെ തന്നെ നമുക്ക് നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ഫേസ് ഐ ഡി തന്നെയാണ്. ലൈറ്റ് കുറയുമ്പോഴുള്ളൊരു പ്രശ്നമുണ്ട്, ഇടയ്ക്കൊന്നും റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. ഫേസ് ഐ ഡി അത്ര വിശ്വസിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ റേഞ്ചിലൊക്കെ സ്മാർട്ട് ഫോൺ നമുക്ക് എത്രത്തോളം സെക്യൂരിറ്റി ഒക്കെ തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ട. മെയിനായിട്ടും ഫിംഗർ പ്രിൻറ്റ് റീഡർ അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. ലെഫ്റ്റ് സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് സ്ലിം സ്ലോട്ട് വരുന്നുണ്ട്, ഡുവൽ സിമ്മും അതുപോലെ തന്നെ മെമ്മറി കാർഡ് ഇടാനുള്ള സെറ്റപ്പും വരുന്നുണ്ട്. ഓക്കെ, അത്യാവശ്യം ഈ ഒരു റേഞ്ചിൽ ഞാനിപ്പം എടുത്തേക്കുന്നത് ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു റെഡ്മി നോട്ട് 11 തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ വിഷയമില്ല സ്റ്റോറേജിൻ്റെ കാര്യത്തിൽ. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് ഉള്ളത്, ഇപ്പം ഞാൻ ഈ SD കാർഡൊന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ ഇതിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് അറിയില്ല, ഇടേണ്ടി വരുന്നതാണ് തോന്നുന്നത്. കാരണം സ്റ്റോറേജ് കപ്പാസിറ്റി നോക്കുവാണെങ്കിൽ തന്നെ 41.5 GB. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പോയാൽ എന്തായാലും അറിയാലോ മെമ്മറി കാർഡ് എടുത്ത് ഇടേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാണ് ഈ സ്മാർട്ട് ഫോണിൻ്റെ ആ ഒരു ഡിസൈനിങ്ങും അതുപോലെ തന്നെ ആ ഒരു ഓവർവ്യൂ എന്ന് പറയാനായിട്ട്. ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള ആ ഒരു ഡിസ്പ്ലേയിലേക്ക് വരും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മിക്ക ബ്രാൻഡും കട്ട് ഡൗൺ ചെയ്യുന്ന ഒരു പാർട്ടാണ് ഡിസ്പ്ലേ. 120 Hz റിഫ്രഷ് റേറ്റ് കൊടുക്കും, പക്ഷേ LCD പാനലാണ്. ഇവിടെ അവർ ചെയ്തേക്കുന്നത് നമുക്ക് AMOLED പാനലാണ്, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു AMOLED പാനൽ തന്നെയാണ്. പിന്നെ നമുക്ക് 90 Hz റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. നമുക്കിവിടെ കാണാനുണ്ട്, അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആണ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ. പിന്നെ ഡിസ്പ്ലേ സ്പെക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് 6.43 ഇഞ്ചസിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. 700 nits വരെയാണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ് ചാർട്ട് ചെയ്യുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 1000 nits ആണ്. അത്യാവശ്യം ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ്, നമുക്ക് ഔട്ട്ഡോർ വിസിബിലിറ്റി ഒക്കെ തരുന്ന ഒരു ഡിസ്പ്ലേ ആണ്. ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കിയതാണ്. ഓക്കെ, അപ്പം ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നോ ഇഷ്യൂസ്, അടിപൊളിയായിട്ടുള്ള ഡിസ്പ്ലേ ആണ്. പിന്നെ ഇതിനകത്ത് HDR10+ അങ്ങനത്തെ ആ ഒരു കൂടിയ സെറ്റപ്പുകളൊന്നുമില്ല. സാധാരണ ഫുൾ HD+ ഡിസ്പ്ലേ, അത്രേ ഉള്ളൂ. AMOLEDും കൂടിയാണ്. പിന്നെ ഈ ഒരു AMOLED പാനൽ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഒരു സാംസങ് സ്മാർട്ട് ഫോണിൽ നിന്ന് വരുന്നവരാണെങ്കിൽ എന്തായാലും നിങ്ങൾ നോട്ടീസ് ചെയ്യും, LCD ലുക്ക് പോലെയാണ് തോന്നുക. ചെറിയൊരു ടിൻറ്റ് ഇഷ്യൂ പോലെ നമുക്ക് തോന്നും. ഇങ്ങനെ ഒരു പ്രത്യേക ഫീലാണ് ഇതിൻ്റെ AMOLED. കാരണം ഇതൊരു ലോ ക്വാളിറ്റി AMOLED ആണ്, പക്ഷേ നമുക്ക് ഹയർ ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ തരുന്ന ഡിസ്പ്ലേ തന്നെയാണ്. പക്ഷേ സാംസങ്ങിൽ നിന്നാണ് നിങ്ങൾക്ക് വരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ സ്പോട്ട് ചെയ്യാൻ പറ്റും ആ ഒരു ഡിഫറൻസ്. സാംസങ്ങിൻ്റെ നല്ല കിഡിലനായിട്ടുള്ള AMOLED പാനലാണ്, പക്ഷേ ഇതിൻ്റെ അത്രയും ക്വാളിറ്റി ഉള്ളൊരു AMOLED പാനലല്ല. പക്ഷേ AMOLED ആണ്, നമുക്ക് ഡീപ്പറായിട്ടുള്ള ബ്ലാക്ക് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വീഡിയോ സാമ്പിൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഇപ്പോൾ ഒരു സിനിമ കാണാനൊക്കെ പറ്റിയ ഡിസ്പ്ലേ തന്നെയാണ്. ഇനി എന്നെ ഞെട്ടിച്ചൊരു കാര്യം ഇതിൻ്റെ പെർഫോമൻസ് ആണ്, വേറെ ലെവലാണ് കേട്ടോ. ഈ ഒരു സ്നാപ്ഡ്രാഗണിൻ്റെ 680 എന്ന് പറഞ്ഞ ആ ഒരു ചിപ്സെറ്റ് 6 nm പ്രോസസ്സറാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പവർ എഫിഷ്യൻറ്റും അതുപോലെ തന്നെ നല്ല പെർഫോമൻസും ആണ് ഈ ഒരു ഡിസ്പ്ലേ തരുന്നത്. ത്രോട്ടിലേക്ക് ഇഷ്യൂ എന്ന് പറഞ്ഞ സംഭവം ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ ഹീറ്റിംഗ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. എഫിഷ്യൻ്റ് ആണ്, നല്ല രീതിയിലുള്ള എഫിഷ്യൻ്റ് ആണ്. അത് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇപ്പോൾ സാംസങ്ങിൻ്റെ M51 കാര്യത്തിൽ നോക്കുവാണെങ്കിൽ അതിനകത്ത് സ്നാപ്ഡ്രാഗണിൻ്റെ 730 ആണ്. 7 സീരീസിലെ ചിപ്സെറ്റ് ആണ്. പക്ഷെ അത് കുറച്ച് നാളെ ഇറങ്ങിയിട്ട് അത് ഏതോ 8 nm 10 nm അങ്ങോട്ടാണ് അതിൻ്റെ ആ ഒരു സെറ്റപ്പ് വരുന്നത്. പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല, 6 nm ആണ്. അതുകൊണ്ട് തന്നെ പവർ എഫിഷ്യൻ്റ് ആണ്, ത്രോട്ടിലും കുറവാണ്. പിന്നെ കോർ കൗണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ 2 ചിപ്സെറ്റും ഒക്ടാ കോറാണ്, 8 കോറാണ് വരുന്നത്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല, ഈ 680 കിഡിലനാണ്. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, ഞാൻ എടുത്തിരിക്കുന്നത് ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു പോരായ്മയുണ്ട്. റാം 4 GB ആണ്. ഒരു 4 GB ഒന്നും പോരാ ഇത് ഈ ഒരു സ്നാപ്ഡ്രാഗൺ 680 സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട്. മിനിമം ഒരു 6 GB എങ്കിലും വേണം. ഓക്കെ, 6 GB വേരിയൻറ്റ് നോക്കുന്നതായിരിക്കും ഇത്രയും ബെസ്റ്റ് ഓപ്ഷൻ. അതെല്ലാം നിങ്ങൾക്ക് ബഡ്ജറ്റിന് വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും 4 GB നോക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് റാം എക്സ്പാൻഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ വരുന്നുണ്ട്. നമുക്ക് 1 GB നമ്മുടെ സ്റ്റോറേജ് റാം ആക്കാനുള്ള ഓപ്ഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ള് 5 GB ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കിയാൽ ത്രോട്ടിലിംഗ് ടെസ്റ്റ് നടത്തിയായിരുന്നു.
100 ത്രെഡ്സിൻ്റെ 20 മിനിറ്റിൻ്റെ ആ ഒരു ത്രോട്ടിലിംഗ് ടെസ്റ്റാണ് നടത്തിയത്. ഈ ഒരു സ്ക്രീൻഷോട്ട് കാണുന്ന പോലെ തന്നെ ത്രോട്ടിലിങ്ങിൻ്റെ ഒരു ഇഷ്യൂ പോലും നമുക്ക് വന്നിട്ടില്ല. ഹീറ്റിൻ്റെ കാര്യത്തിലാണ് നമുക്ക് 34 ഡിഗ്രി സെൽഷ്യസിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതും 34 ഡിഗ്രി സെൽഷ്യസിൽ തന്നെയാണ് അത് സ്റ്റോപ്പ് ആയത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിപ്സെറ്റാണ്. അടുത്തതായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കോസ്റ്റ് കട്ട് ഡൗൺ ചെയ്തിട്ടുള്ള ഒരു പാർട്ടാണ് ഇതിൻ്റെ ക്യാമറ. നിങ്ങൾക്ക് ഇതിനകത്ത് വലിയ രീതിയിലുള്ള ഉള്ളതറിയാലോ, വലിയ രീതിയിലുള്ള മറ്റേ ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. ഒരു ബിലോ ഓവറേജ് ആയിട്ടുള്ള ക്യാമറ സാമ്പിൾസ് ആണ് നമുക്ക് തരുന്നത്. ഈ റേഞ്ചിൽ എന്തായാലും ക്യാമറ എന്തായാലും ഇതുപോലെയൊക്കെ തന്നെ ഇരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ക്യാമറയെ പറ്റി വലിയ രീതിയിൽ പറയുന്നില്ല. വീഡിയോയുടെ കാര്യത്തിലാണ് നമുക്ക് 1080 30 FPS വരെയാണ് വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് ക്യാമറയുടെ കാര്യത്തിലും അതുപോലെ തന്നെ. ഇനി ക്യാമറ സ്പെസിഫിക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇതിനകത്ത് 50 മെഗാപിക്സലിന്റെ പ്രൈമറി ലെൻസ്, 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ്, 2 മെഗാപിക്സലിന്റെ മാക്രോ, 2 മെഗാപിക്സലിന്റെ ഡെപ്ത് സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. 13 മെഗാപിക്സലിന്റെ വൈഡ് സെൽഫി സെൻസറുമാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പം ക്യാമറയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് അത്ര വലിയ ക്വാളിറ്റി ഫോട്ടോസ് ഒന്നും നിങ്ങൾക്ക് എടുക്കാൻ നോക്കണ്ട, നടക്കില്ല. നല്ല രീതിയിലുള്ള ആ ഒരു ക്വാളിറ്റി വ്യത്യാസം വരുന്നുണ്ട്. ഇതിനകത്ത് AI കോണാക്കിയിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോസൊക്കെ വേറെ ലെവലാവും. നമ്മളുടെ സ്കിന്നൊക്കെ സ്മൂത്ത് ചെയ്തൊരു പരിവാക്കി തരും. ഓക്കെ, അതുകൊണ്ട് തന്നെ ക്യാമറയുടെ കാര്യത്തിൽ നമുക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു റിവ്യൂ ഇടുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലുതായിട്ട് സാമ്പിൾസ് ഒന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഒരു 2-3 ഇടുന്നുള്ളൂ. അത് ആ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂയിലേക്ക് പറയാം. പക്ഷേ ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറയിൽ അത്ര പ്രതീക്ഷ വേണ്ട. വീഡിയോ അതുപോലെ തന്നെ നമുക്ക് വീഡിയോയുടെ കാര്യത്തിൽ സ്മൂത്തൊക്കെ വരുന്നുണ്ട്. പക്ഷേ ക്വാളിറ്റിയാണ് വിഷയം. ക്വാളിറ്റി നല്ല രീതിയിൽ പ്രശ്നം വരുന്നുണ്ട്. സ്റ്റെബിലൈസേഷനും അങ്ങനത്തെ സെറ്റപ്പുകളൊന്നും ഇല്ല. പക്ഷേ ക്വാളിറ്റി നല്ല രീതിയിൽ നോയ്സും ഗ്രെയിനൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. കുറച്ചൊക്കെ ലൈറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നു ഫുള്ള് നോയ്സും ഗ്രെയിൻസൊക്കെയാണ്. കാരണം ഉള്ളത് പറയണം, ഇതിൻ്റെ ക്യാമറ അങ്ങനെ ഈ റേഞ്ചിൽ നമുക്ക് മിക്ക ഡിവൈസസിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇതാണ് മെയിനായിട്ടും ഈ ഒരു ക്യാമറ സെറ്റപ്പിനെ പറ്റി പറയാൻ. ഗൈസ്, ഇപ്പോൾ ഈ സ്മാർട്ട് ഫോണിൽ ഗെയിമിംഗ് നടക്കുമെന്നൊരു സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നടക്കും. ഇതിനകത്ത് സ്നാപ്ഡ്രാഗൻ്റെ ആ ഒരു 680 ആയതുകൊണ്ട് തന്നെ പവർ എഫിഷ്യൻ്റ് ആണ്. അതുപോലെ തന്നെ പെർഫോമൻസിന് വേറെ ലെവൽ തന്നെയാണ്. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, ഞാനിവിടെ ആ ഒരു ബേസ് വേരിയൻ്റ് എടുത്തുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. റാം കുറവായതുകൊണ്ട് തന്നെ ഗെയിം ലോഡാവാൻ കുറച്ച് സമയം. പിന്നെ ഗെയിം പ്ലേയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഫ്രെയിം ഡ്രോപ്പ് ഒക്കെ കുറഞ്ഞിട്ടുള്ളൊരു ഗെയിം പ്ലേ നമുക്ക് കിട്ടും. ഒരു ആവറേജ് ആയിട്ടുള്ളൊരു 30 അല്ലെങ്കിൽ ഒരു 29-28 ആ ഒരു റേഞ്ച് നമുക്ക് മിക്കവാറും കിട്ടാറുണ്ട്. ഞാൻ ഇതിനകത്ത് മറ്റേ ആ ഒരു പബ്ജിയുടെ ന്യൂ സ്റ്റേറ്റും ഫ്രീ ഫയർ മാക്സും അതാണ് മെയിനായിട്ടും കളിച്ചു നോക്കിയത്. വലിയ വിഷയങ്ങളൊന്നുമില്ല, കിഡിലൻ പെർഫോമൻസ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇതാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ പറ്റി പറയാനുള്ളത്. ഒരു ഓവറോൾ ആയിട്ട് ഒരു കിഡിലൻ സ്മാർട്ട് ഫോൺ ആണ് ഈ ഒരു റേഞ്ചിൽ. ഈ റേഞ്ചിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഉള്ള ചിപ്സെറ്റ്. 5G അല്ല 4G ആണെന്നുള്ളൂ. പിന്നെ ഇതിനകത്ത് കരിയർ അഗ്രിഗേഷൻ ആ ഒരു സംഭവം കൂടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലൂടെയും സിഗ്നൽ റിസപ്ഷനും കൂടി നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടും. പിന്നെ ഓവറോൾ ആയിട്ടുള്ളൊരു അത്യാവശ്യം ഒരു പ്രീമിയം ഫീലുള്ള ബിൽഡ് നമുക്ക് വരുന്നുണ്ട്. പ്ലാസ്റ്റിക് ബിൽഡ് ആണെങ്കിലും പ്രീമിയം ഫീൽ നമുക്ക് തരുന്നത് ചെറുതായിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഈ റെഡ്മി നോട്ട് 11 പറ്റി പറയാനുള്ളത്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇനി വരും, വെയിറ്റ് ചെയ്യുക. കുറച്ചൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, എന്തായാലും വരുന്നതായിരിക്കും. ഇനി അതെല്ലാം നിങ്ങൾ ഈ റെഡ്മിയുടെ ഏതെങ്കിലും ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, MI UI ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യാം. അത് ഈ ഒരു ഡിവൈസിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു MIയുടെ UI ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ എന്തായാലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു ടെക്ക് adventure.